അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ അസ്സലാത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ നിസ്കാരത്തിൻ്റെ മഹത്വം ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതെത്ര വലുതാണെന്ന്. മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? അശുദ്ധികൾ, നജസുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭയഭക്തിയോടെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടത്. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. ഓരോ നിസ്കാരവും അതിൻ്റെ കൃത്യസമയത്ത് തന്നെ ചെയ്യണം. നിസ്കാരം സമയമായി വിട്ടുപിന്തിക്കുന്നവർക്ക് സർവനാശവുമെന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. എന്താ പറയുന്നത്? ബാങ്ക് കൊടുത്താൽ ഉടനെ തന്നെ നിസ്കരിക്കണം, അല്ലാണ്ട് ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെയും കുറച്ച് മിനിറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തെ വിട്ടുപിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്കാണ് സർവനാശവും എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉറക്കം, മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ നിസ്കാരം സമയത്തെ വിട്ടുപിന്തിക്കാവുന്നതല്ല. കാരണമില്ലാതെ ഖലാ ആയ നിസ്കാരം ഉടനെ തന്നെ ഖലാ വീട്ടൽ നിർബന്ധമാണ്. അവൻ്റെ മുഴുവൻ സമയങ്ങളും അതിനായി ഉപയോഗിക്കണം. ഓക്കെ, എന്നുവെച്ചാൽ ഇപ്പം നിസ്കാരം ഖലാ കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം? ആ ഖലാ ആയ നിസ്കാരം ഉടനെ തന്നെ ഖലാ വീട്ടണം. പിന്നെ അവൻ്റെ മുഴുവൻ സമയം എന്തിനു വേണ്ടിയിട്ട് ചിലവഴിക്കണം? അവൻ്റെ നിസ്കാരം ഖലാ വീട്ടുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം. ആസന്നമായ നിസ്കാരത്തേക്കാൾ അതിനെ മുന്തിക്കുകയും വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തിട്ട് ഇപ്പോൾ സമയമായ ഒരു നിസ്കാരം ഉണ്ടാവും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് നിസ്കരിക്കണം? ഖലാ ആയ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ബാങ്ക് കൊടുത്ത നിസ്കാരം നമ്മൾ നിസ്കരിക്കുക. ഉറക്കം കൊണ്ടോ മറവി കൊണ്ടോ ഖലാ ആയതും ഉടനെ ഖലാ വീട്ടലും ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കലും സുന്നത്താണ്. ഓക്കെ, നമ്മൾ ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ മറവി കൊണ്ടായിട്ട് നമുക്ക് നിസ്കാരം ഖലായിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തെ ഉടനെ ഖലാ വീട്ടുകയും അതുപോലെ തന്നെ ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്നേ നമ്മൾ ഖലാ ആയ നിസ്കാരം നിസ്കരിക്കണം. അതെന്താണ്? സുന്നത്താണ്. കുട്ടികൾക്ക് നിസ്കാരം വാജിബല്ലെങ്കിലും 7 വയസ്സ് മുതൽ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കുകയും രക്ഷിതാക്കൾക്ക് വാജിബാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വയസ്സായ ചെറിയ കുട്ടികളോട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ പ്രായപൂർത്തിയായ ഒരു 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവിടെ പറയലല്ല, കുട്ടികളെ അടിക്കണം എന്നാണ് പറയുന്നത്. അത് രക്ഷിതാക്കൾക്ക് വാജിബാണ്. നോമ്പിന് കഴിവുള്ളവരാണെങ്കിൽ നോമ്പും ഇപ്രകാരം തന്നെ. ഇനി ഇതിൻ്റെ തെദിലീബാത്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്ന് പറയുന്നത് നിസ്കാരം നിർവഹിക്കണം എങ്ങനെ? ഞാൻ പറഞ്ഞു, അശുദ്ധികൾ, നജസുകൾ എന്നിവയിൽ നിന്നെല്ലാം ശുദ്ധി വരുത്തി ഭയഭക്തിയോടെ നിർവഹിക്കപ്പെടണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സർവനാശവും ആർക്കാണ്? നമ്മൾ പറഞ്ഞു നിസ്കാരം സമയത്തെ വിട്ടുപിന്തിക്കുന്നവർക്കാണ് സർവനാശവും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാരണമില്ലാതെ നിസ്കാരം ഖലാ ആയവന് വാജിബാണ് ഉടനെ നിസ്കാരം ഖലാ വീട്ടൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കുട്ടികളുടെ നോമ്പിൻ്റെ വിധി അതും നിസ്കാരത്തെ പോലെ തന്നെയാണ്. നിസ്കാരം നമ്മൾ പറഞ്ഞു 7 വയസ്സ് കഴിഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും പ്രായപൂർത്തി അഥവാ 10 വയസ്സായി കഴിഞ്ഞാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കലും രക്ഷിതാവിന് വാജിബാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിസ്കാരം വാജിബാണ് ആർക്ക്? പ്രായപൂർത്തിയായവർക്ക് നിസ്കാരം വാജിബാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സുബഹി നിസ്കാരം ഖലാ ആകും എപ്പോൾ? സൂര്യൻ ഉദിക്കുമ്പോൾ.